ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമൻ മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു, രാജാവിൻ തിരുമുമ്പിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിൽ പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കയൂസ് എന്ന പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണുവാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കയൂസ്, വേഗം ഇറങ്ങി വരിക, എന്തെന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവന്റെ കൂടെ താമസിക്കുവാൻ ചെന്നല്ലോ. സക്കയൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമാണ്. ഒരു നിമിഷം ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇടയ്ക്കെങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ പറയുന്ന ഒരു വാക്കാണല്ലോ, ഹോ, രക്ഷപ്പെട്ടു. ഇങ്ങനെ പറയാത്തവരായിട്ട് ആരും കാണില്ല. അങ്ങനെ പറയുന്ന സാഹചര്യം ഏതൊക്കെയായിരിക്കും? ചിലപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാകാം. പരീക്ഷ ഒരുപക്ഷെ വലിയ കുഴപ്പമില്ലാതെ എഴുതിയതിന് ശേഷവും ഓ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ, ജയിച്ചു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ അതിലും ഉയർന്ന റാങ്കും ഒക്കെ പ്രതീക്ഷിച്ച ആൾക്കാർ അത് കിട്ടിക്കഴിയുമ്പോൾ ഓ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ന്യായമായി നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ശിക്ഷ അതിന്റെ അധികാരിയുടെ അടുത്തേക്ക് പോകുന്നിടം വരെയും നമുക്ക് ഉറപ്പായിട്ടും ശിക്ഷയുണ്ട് എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ അധികാരി നമ്മളെ വെറുതെ വിടുന്നു. മനസ്സിലൊരു ദീർഘനിശ്വാസത്തോടു കൂടി ഓ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വിജയങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും ഇപ്രകാരം നമ്മൾ പറയാറുണ്ട്. ആത്യന്തികമായി രക്ഷപ്പെടുവാൻ എന്താണ് വഴി എന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പേരായിട്ട് വേണം ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ മനസ്സിലാക്കാൻ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല പേരായി നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് തിരുമേനി
പറഞ്ഞു അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന പേരാണ് ദ നെയിം ഓഫ് അവർ ഗാഡ് ഈസ് മേഴ്സി. നമ്മുടെ ദൈവത്തിന്റെ പേര് കരുണ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം ബി മേഴ്സിഫുൾ ആസ് യുവർ ഫാദർ ഈസ് മേഴ്സിഫുൾ. ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്, അതുകൊണ്ട് തന്നെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പയായി ഔദ്യോഗികമായി ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഒക്കെ ചോദിച്ചു, അങ്ങയെ സ്വയം എങ്ങനെയാണ് വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങ് ആരാണ് എന്നാണ് പറയുന്നത്? പെട്ടെന്ന് തന്നെ ഉത്തരം വന്നു, ഐ എം എ സിന്നർ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പ സ്വയം വിശേഷിപ്പിക്കുന്നത് ഐ എം എ സിന്നർ. യഥാർത്ഥത്തിൽ നാം എല്ലാവരും പാപികളാണ് എന്നുള്ള ആ വസ്തുത നമ്മെ ഓർമ്മപ്പെടുത്തുവാനും നാം അത് അംഗീകരിക്കുവാനും ഉള്ള ഒരു കാലയളവാണ് ഈ കരുണയുടെ ജൂബിലി വർഷം. നമ്മെ ഓർമ്മപ്പെടുത്തുകയും നാം അത് അംഗീകരിക്കുകയും ചെയ്യുക മാത്രമല്ല, അതിന് പരിഹാരമുണ്ട്, അതിന് പരിഹാരം ഒരു വ്യക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും പിതാവിന്റെ ആ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുവാൻ വേണ്ടിയാണ് ഈ കരുണയുടെ ജൂബിലി വർഷം. കരുണയും അതുപോലെ തന്നെ പ്രതീക്ഷയും, മേഴ്സി ആൻഡ് ഹോപ്പ്, ഇത് രണ്ടും നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവം നമ്മെ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് നയിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, സക്കേവുസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ സംഭവം നാം പല പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുണ്ട്. സക്കേവുസിനെ ഈശോ പ്രത്യാശയുടെ ഒരു തീരത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവസാനം അവർ തങ്ങളിലുള്ള സംസാരത്തിന്റെ അവസാനം ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് വന്നു കയറിയിരിക്കുന്ന ആ വീട്, കെട്ടിടം രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, മറിച്ച് ഇന്ന് സക്കേവൂസും ഭാര്യയും മക്കളും എല്ലാവരും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അത് കേൾക്കുവാൻ ഇടയായ സാഹചര്യം എന്താണ്? ഈശോയെ കാണാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഈ സക്കേവൂസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്, ഈശോയെ ഒന്ന് കാണാൻ ഒന്ന് ആഗ്രഹിക്കുക. ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മോട് കൂടെ വരും. അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം തന്നെ അവബോധമുള്ളവരാകും. ഈശോ ഒരിക്കലും സക്കേവൂസിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നില്ല. പക്ഷെ നാട്ടുകാർ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് ഈ ചുങ്കക്കാരനായ സക്കേവൂസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാവുക. കാരണം അന്യായമായി ടാക്സ് കളക്ട് ചെയ്തിരുന്ന, അന്യായമായ രീതിയിലും ചെയ്തിരുന്ന വ്യക്തിയായിട്ടാണ് സക്കേവൂസിനെ കാണുന്നത്. എന്നാൽ ഈശോ ഒരു വാക്ക് പോലും സക്കേവൂസിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഈശോയുടെ സാന്നിധ്യം സക്കേവൂസിനെ ഒന്ന് ചിന്തിക്കാനായിട്ട് പ്രേരണയായി. അതുകൊണ്ട് പറഞ്ഞു, സക്കേവൂസ് കൂടുതൽ ജനറസ് ആവുകയാണ് ചെയ്തത്. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. വെറുതെ കൊടുക്കുക മാത്രമല്ല, ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 ഇരട്ടിയായിട്ട് കൊടുക്കുകയാണ്. അത് ഒരു പരിഹാരം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച സക്കേവൂസ് സ്വയം തിരുത്താൻ തയ്യാറാകുമ്പോൾ അവിടെ യഥാർത്ഥ രക്ഷ അനുഭവിക്കുകയാണ്. ഈശോ അത് ഔദ്യോഗികമായി പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്തു. ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഈ വാക്ക് കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈ വിശുദ്ധ ബലിയർപ്പണവും നമ്മുടെ ആധ്യാത്മിക ജീവിതവുമെല്ലാം നമുക്ക് സഹായകമാകട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ തുടർന്ന് പങ്കാളികളായിക്കൊണ്ട് നമുക്ക് കർത്താവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കുവാൻ വളരെ താല്പര്യത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ